സാരഥ്യം ഏറ്റെടുത്ത് അന്ന് മുതൽ നിർത്താതെ തെറിവിളിക്കുന്ന ആരാധകരെ കൊണ്ട് ഒടുവിൽ മാപ്പ് പറയിക്കണമെങ്കിൽ ഒരു ടീം ഓണർക്ക് ചില്ലറ കഴിവൊന്നുമല്ല വേണ്ടത്. അത്രയും വലിയ കഴിവുള്ളവനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മേധാവിയായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കി എന്ന് പുള്ളി തെളിയിക്കുകയാണ്. പുള്ളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അതായത് മോഹൻ ബഗാനെ സൂപ്പർ ജയൻസ് ആക്കി അന്ന് മുതൽ തന്നെ മോഹൻ ബഗാന്റെ പരമ്പരാഗത ആരാധകർ പുള്ളിക്കെതിരെ കലാപം ഉയർത്തുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 80K 3 അതൊക്കെ പോട്ടെ, അതൊക്കെ പറയാൻ പാസ്റ്റിലേക്ക് പോകും. അവരുടെ കംപ്ലീറ്റ് മോഹൻ ബഗാന്റെ ലോഗോ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ശേഷം മോഹൻ ബഗാനോടൊപ്പം തന്റെ സൂപ്പർ ജയൻസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗോയങ്ക ചേർത്ത് വെച്ചത്. അതൊന്നും തുടക്കത്തിൽ അവരുടെ ആരാധകർ അംഗീകരിക്കില്ലായിരുന്നു. പക്ഷേ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയാണെന്ന് അയാൾ തെളിയിക്കുകയായിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ എടുക്കാത്തതിന്റെ പേരിൽ ആരാധകർ അയാളെ പരസ്യമായിട്ട് വിളിച്ചിരുന്നു. ഒടുവിൽ അവർ തെറ്റാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തെളിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ ജോസെ മൊലീനെ പരിശീലകനായി കൊണ്ടുവരുന്നതിനെ ചൊല്ലി മറൈനേഴ്സ് തെറിവിളി നടത്തിയിരുന്നു. മറൈനേഴ്സ് ആയിരിക്കില്ല, വേറെ 1-2 ആരാധക സംഘടനകൾ തെറിവിളി നടത്തിയിരുന്നു. പക്ഷേ മൊളീനെ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. പിന്നെ ഈ ഇറാനിലേക്ക് പോകാത്തത് ഭീരുത്വമാണ്, തങ്ങളുടെ പാരമ്പര്യത്തിന് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തെറിവിളി നടത്തിയിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും അവരുടെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഗോയങ്ക ആയിരുന്നു ശരിയെന്ന് പറഞ്ഞ് മോഹൻ ബഗാൻ ഹബ് ഉൾപ്പെടെയുള്ള ഹാൻഡിലുകൾ തങ്ങളുടെ തെറ്റ് റിയലൈസ് ചെയ്ത് ഏകദേശം ഗോയങ്കയോട് മാപ്പപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും സഞ്ജീവ് ഗോയങ്ക എന്ന മനുഷ്യൻ വന്നതോടുകൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർക്ക് ഒരു പുതിയ ഊർജ്ജം ലഭിച്ചിരുന്നു. മറൈനേഴ്സിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു വരുന്നു. ഈവൻ പ്ലേയേഴ്സിന്റെ റിക്രൂട്ട്മെന്റിൽ പോലും ആരാധകർക്ക് കൃത്യമായ വോയിസ് അദ്ദേഹം നൽകിയിട്ട് പോലും പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ ആരാധകരിലെ ഒരു വിഭാഗം തയ്യാറായിരുന്നില്ല. കാരണം ഈ പുത്തൻപണക്കാരനൊന്നും അല്ല, പരമ്പരാഗതമായിട്ടുള്ള തങ്ങളുടെ ക്ലബിന്റെ ആ ഒരു ലെഗസിയെ ഹൈജാക്ക് ചെയ്തവനാണ് ഗോയങ്ക എന്ന തരത്തിൽ കുറെ ആളുകൾക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ എതിർപ്പെല്ലാം ഒടുങ്ങി വരികയാണ്. ഏതായാലും രൂക്ഷമായി വിമർശിച്ചവർ തന്നെ പുള്ളിയോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിനെ കൂടെ നിർത്തുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ചേരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും വലിയ സ്വപ്നങ്ങൾ കാണാൻ മോഹൻ ബഗാൻ വീണ്ടും ഉയരത്തിലേക്ക് പറക്കുകയാണ് ഗോയങ്കയുടെ ചിറകിൽ.